നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ നേടുന്ന അനുഭവങ്ങൾ നമ്മളെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് ഉയർത്തണം. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, പെർഫെക്റ്റ് ക്യാരക്ടർ. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വത്തെ കാഴ്ചവെക്കാൻ സാധിക്കുക. അതാണ് ശരിക്കും പൂർണ്ണജ്ഞാനം എന്ന് പറയുന്നത്. ഏതൊരു ഒക്കേഷനും അതിന് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ്, കൂടുതലുമില്ല കുറവുമില്ല. അതാണ് ഒരു പെർഫെക്റ്റ് നോളജുള്ള ഒരാളുടെ സ്വഭാവം. എന്തിനോട് പെരുമാറുമ്പോൾ വേണ്ടത് കൂടുതലില്ല കുറവില്ല. ഈ തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഈ ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കാൻ പറ്റില്ല. എല്ലാ സബ്ജക്ട്സും പഠിക്കാനും പറ്റില്ല. എത്ര മഹാനായിട്ടുള്ള ആളാണെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിലൂടെ മേ ബി 10 കാര്യങ്ങൾ കൂടുതൽ അറിയുണ്ടാവും. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു എന്ന് വെച്ച് കൂടുതൽ നല്ല മനുഷ്യനാവണമെന്നില്ല. കുറേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് ഉള്ള ആൾക്കാരുണ്ട്, വളരെയധികം ഈഗോട്ടിസ്റ്റിക് ആയിരിക്കും. സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം കഴിയുമ്പോഴേക്കും ഈഗോ കുറയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കുള്ള ആ ജ്ഞാനത്തിലേക്ക് എത്താതെ അവസാനം ഈഗോൻ്റെ വലയത്തിൽ കുടുങ്ങിപ്പോകുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് ഉള്ളിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ അത് എല്ലാ ഇടത്തും ഉപയോഗിക്കാൻ തക്കോണം നമ്മളെ മാറ്റുന്നു. സംസ്കൃതത്തിൽ ഒരു ന്യായമുണ്ട്, സ്ഥാലി പുലീക ന്യായം. അതായത് ഒരു കലത്തിൽ ചോറ് വയ്ക്കുകയാണെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ എല്ലാ അരിൻ്റെ വറ്റുകളും ഒന്നിച്ചാണ് വേവുന്നത്. അപ്പോൾ എങ്ങനെയാണ് വെന്തു എന്നറിയുക? ഒരെണ്ണം എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എല്ലാ അരിൻ്റെ മണികളും നോക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം വെന്താൽ എല്ലാം വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മൾ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നെങ്ങനെ മനസ്സിലാവും? നമ്മുടെ ഒരു ക്വാളിറ്റി മര്യാദയ്ക്ക് നമുക്ക്
കൊണ്ടുവരാൻ സാധിക്കുന്നു, 100% നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്കിലെല്ലാം മാറിക്കഴിഞ്ഞു. ഞാനൊരു പെർഫെക്റ്റ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ പെർഫെക്റ്റ്ലായിട്ട് ഡിസിപ്ലിൻഡ് ആയിരിക്കും, പെർഫെക്റ്റായി സ്നേഹമുള്ള ആളായിരിക്കും, കമ്പാഷൻ എല്ലാം ഒന്നിച്ചായിരിക്കും. സത്യസന്ധത അത് തന്നെ. പെർഫെക്റ്റായിട്ട് സത്യസന്ധതയിൽ പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ള ക്വാളിറ്റീസും ഓട്ടോമാറ്റിക്കായിട്ട് മാറി മാറി വരുന്നത് കാണാം. ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാൾ, ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുക എന്ന് ആലോചിക്കും. മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ട് ശരിക്കുള്ള ഒരു നോളജ് വരുമ്പോൾ വിനയാന്വിതനായി മാറുന്നു. വിനയാന്വിതനായി മാറുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം അത് ഉള്ളിൽ റിവീൽ ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് സയൻസിലേക്കും ലാംഗ്വേജിലേക്കും ഒക്കെ ആ നോളജ് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. നല്ലൊരു കലാകാരൻ വേറൊരു സബ്ജക്റ്റിലും പ്രാവീണ്യം ഇല്ലെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാനും അതിൻ്റെ ഗുണങ്ങൾ, ഇപ്പോൾ മാത്സ് പഠിച്ച ഒരാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ തന്നെയാണ് സയൻസ് പഠിച്ച് കിട്ടുന്ന ഒരാൾക്ക് ഗുണങ്ങൾ. രണ്ടുപേരെയും അവസാനം സ്വഭാവം നന്നാവണം. ഇതാണ് സാലീപുലീക ന്യായം. പക്ഷേ പലപ്പോഴും അതിന് നേരെ ഓപ്പോസിറ്റ് പറയും, ഞാൻ ഇത് മാത്രമേ പഠിക്കേണ്ട ആവശ്യം, മറ്റൊന്നും ഞാൻ പഠിക്കേണ്ട കാര്യമില്ല, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കൂ, മറ്റുള്ള കാര്യമൊക്കെ എന്തിനാണ് ശ്രദ്ധിക്കുന്നത്, അത് ഈഗോ ആയിട്ട് മാറും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കലം അരി വെച്ച് തിളപ്പിക്കുമ്പോൾ അത് ഒന്നിച്ചാണ് വേവുന്നത്. അതിന് നൽകുന്ന തീയ് എല്ലാത്തിനും ഒരുമിച്ചേ വേവിക്കുള്ളൂ, അല്ലാതെ ഒരു വറ്റിനെ മാത്രം വേവിക്കില്ല. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈ അറിവ് ദഹിപ്പിക്കാൻ, അറിവ് നമ്മുടേതാക്കി മാറ്റാൻ കിട്ടുന്ന ആ ശക്തി അതൊന്നാണ്. അപ്പം അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു നോളജിനെ വളർത്തും, മറ്റുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വളരും. വളരുന്നില്ലെങ്കിൽ ഞാൻ സ്വാർത്ഥനാണ്, ഞാൻ വളരുന്നില്ല, ഗ്രോ ചെയ്യുന്നില്ല എന്നർത്ഥം. ഞാൻ മാത്സിന് മാത്രം ശ്രദ്ധിക്കുള്ളൂ, ഞാൻ സയൻസിന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഒരു സയൻറ്റിസ്റ്റ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അറിവില്ല എന്നർത്ഥം. അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സയൻസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് രണ്ടും ഇഗ്നോറൻസ് ആയിട്ട് മാറുന്നു. രണ്ടും ഒരേ കലത്തിലാണ് തിളയ്ക്കുന്നത്. സഹജമാർഗം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹം ആശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. എല്ലാ അന്നങ്ങളെയും ദഹിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ സഹജമാർഗത്തിൽ എല്ലാത്തിനെയും അസിമുലേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ലക്ഷ്യത്തിനെ അറിയാൻ സാധിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന പ്രാണസ്യ പ്രാണനാണ്. പ്രാണസ്യ പ്രാണനാണ് എല്ലാം തരുന്നത്. അതുകൊണ്ടാണ് മാസ്റ്റർ പറയുന്നത്, നിങ്ങൾ സിറ്റിംഗ് എടുക്കും, എന്നിട്ട് പോയി വായിക്കും, ആവശ്യമുള്ളത് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആനോ ഭദ്ര കൃതവോ എന്തു വിശ്വത, എല്ലാ അറിവുകളും വന്നു ചേരട്ടെ നല്ലത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും. മഹാത്മാഗാന്ധിജി പറയുന്നത്, എല്ലാ സ്ഥലത്തും എനിക്ക് അറിവുകൾ വരട്ടെ, എൻ്റെ ജനലുകളും വാതിലുകളും തുറക്കുന്നു കിടക്കട്ടെ, എല്ലായിടത്തും ശുദ്ധമായി വരട്ടെ. പക്ഷേ എത്ര ശക്തിയായി കാറ്റടിച്ചാലും ഞാൻ അടിതെറ്റി വീഴാൻ പാടില്ല. എൻ്റെ കാലുകൾ നിലയുറപ്പിച്ചിട്ടുണ്ടാവും. സ്വഭാവ രൂപീകരണത്തിൽ ഞാൻ ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഞാൻ ഇതിലേത് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ക്യാരക്ടർ റിഫോം ചെയ്യണം. അപ്പോൾ അതിലാണ് ഫോക്കസ് വേണ്ടത്. എന്തൊക്കെ വരുന്നുണ്ടെങ്കിലും എന്തൊക്കെ അറിവുണ്ടെങ്കിലും ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. എൻ്റെ ക്യാരക്ടർ മാറുന്നുണ്ടോ എങ്കിൽ ആ നോളജ് നമ്മൾ ഉയർത്തുന്നുണ്ട്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയുന്നു, പക്ഷെ ഒന്നും ഒരു മാറ്റവും വരാതെ അങ്ങനെ നിൽക്കുകയാണ്. റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മാസ് എന്ന് പറയും. ഉരുണ്ടുകൊണ്ടിരിക്കുന്ന കല്ലിൻ്റെ മുകളിൽ പൂപ്പൽ പിടിക്കില്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു ചേഞ്ച് അല്ല നമുക്ക് വരാൻ ഈ വിദ്യാഭ്യാസം സഹായിക്കേണ്ടത്. ഏത് പാത പിന്തുടർന്നാലും ആ പാതയിലൂടെ സ്വഭാവ രൂപീകരണം വന്നിട്ട് ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളിലും നമുക്ക് തിരിച്ചറിവുണ്ടാവാനും ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയും സ്വീകരിക്കാനുള്ള കപ്പാസിറ്റിയും വരികയാണെങ്കിൽ ഓരോ വ്യക്തിയും ഒരു വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറും. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാം അറിയണമെന്നില്ല, പക്ഷേ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ മതി. അപ്പോൾ അതിന് ഒരു സബ്ജക്റ്റ് മര്യാദയ്ക്ക്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് സ്പിരിച്വാലിറ്റി ആണെന്ന് ചാരിജി മഹാരാജ് പറയും. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ, എൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ ഏകീകരിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഏതൊരു സബ്ജക്റ്റിലേക്കും കടന്നു ചെന്നോളൂ, ആ സബ്ജക്റ്റിൽ പ്രാവീണ്യം കാണിച്ചോളൂ. പക്ഷേ എൻഷുർ ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ലഭിക്കുന്ന നോളജൊക്കെ പാർഷ്യലാണ്,
ഇൻകംപ്ലീറ്റ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.